ആവേശമാണെങ്കിലും രോമാഞ്ചമാണെങ്കിലും സക്സസ്ഫുൾ ആയ എക്സ്പെരിമെന്റ്സ് ആണ്. അപ്പൊ സക്സസ്ഫുൾ ആവാത്ത എക്സ്പെരിമെന്റ്സും ഉണ്ട്. അപ്പോൾ അത് പൊട്ടും ചീറ്റും. വളരെ വളരെ ബ്രേക്ക് ആയി സ്മോൾ ഫ്രൈസസ് വരുന്ന പാട്ടുകളുണ്ടല്ലോ, 2 വാക്ക് പിന്നെ 2 വാക്ക്, ഇങ്ങനെയുള്ള പാട്ടുകളുടെ സ്ട്രക്ചറിൽ മലയാളം എഴുതാൻ ഏറ്റവും പാടാണ്. പക്ഷെ തമിഴിലോ ഹിന്ദിയിലോ അത്തരം പാട്ടുകൾ എഴുതി ഫലിപ്പിക്കാൻ വളരെ ഈസിയാണ്. ഒരിടത്ത് പറയാത്തൊരു ഫ്ലാഷ് ബാക്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫേസ്ബുക്കിൽ കുറെ കോമഡി ഗ്രൂപ്പ്സ് ഉണ്ടല്ലോ, ട്രോൾ മലയാളം, അതിനും ഇന്റർനാഷണൽ ICU എന്നൊക്കെ പറഞ്ഞ ഗ്രൂപ്പൊക്കെ വരുന്ന സമയത്ത് ജിത്തു ട്രോളനാണ്. ഉലകത്തിൽ ആരോടും തോൽക്കാ വീരൻ എന്നൊരു സ്റ്റാൻസ് ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് വീണ്ടും കരയാൻ കണ്ണീരില്ല എന്ന് പറഞ്ഞ, അപ്പൊ അത് ആളുകൾ കേൾക്കുവോ എന്നൊക്കെയായിരുന്നു എന്റെ ആദ്യത്തെ സംശയം. യൂട്യൂബിൽ അത് ഇല്ലാത്തതുകൊണ്ട് വാട്ട് ഇസ് ഇമ്പോർട്ടന്റ് ഇസ് നമുക്ക് പലതും ഇങ്ങനെ പറയാം. ഈ ഡയറക്ടറും മ്യൂസിക് ഡയറക്ടറും അല്ലെങ്കിൽ ആരൊക്കെയാണോ അപ്രൂവൽ തരേണ്ടത്, ഇവർക്ക് നമുക്ക് കത്തുന്ന അതേ ബൾബ് ഇവർക്ക് ആ സമയത്ത് കത്തിയില്ലെങ്കിൽ ഹലോ വിനായക്, വെൽക്കം. താങ്ക് യു. വളരെ കുഞ്ഞുനാളിൽ തന്നെ ഈ ഒരു ലിറിക്സ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് ഇപ്പോൾ അധികമാരും ഇപ്പോൾ നിങ്ങളുടെ ജനറേഷനിലുള്ള അധികമാരും ചൂസ് ചെയ്യാത്തൊരു പ്രൊഫഷനാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു എളുപ്പം ഇൻട്രസ്റ്റ് തോന്നാത്തൊരു ഏരിയ ആണ്. കാരണം അപ്പോഴേക്കും എല്ലാവരുടെയും വായന കുറഞ്ഞു, അല്ലെ പോയട്രിയോടുള്ള ഒരു അഫിനിറ്റി കുറഞ്ഞു എന്നൊക്കെയാണ് എല്ലാവരും പൊതുവേ പറയാറുള്ളത്. പക്ഷേ അതൊരു വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു അപ്രോച്ചായിട്ട് ആ സമയത്ത് കുട്ടിക്കാലം മുതലേ ഇതിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, പോയട്രിയോടും ലിറിക്സിനോടും ഒക്കെ. ക്രിയേറ്റീവ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് താല്പര്യം ഉണ്ടായിരുന്നു. ചില സമയത്ത് അതൊരു എന്തെങ്കിലും എഴുത്തായിരിക്കും, ചെറുകഥ അല്ലെങ്കിൽ ചെറിയ കവിത, അല്ലെങ്കിൽ മ്യൂസിക് പഠിക്കാൻ വീട്ടിൽ നിർബന്ധിച്ച് പാട്ട് പഠിക്കാനും കീബോർഡ് പഠിക്കാനും കൊണ്ട് ചേർത്തിന്. അപ്പൊ എന്തെങ്കിലും ട്യൂണ് കമ്പോസ് ചെയ്യാനായിരിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ടായിരുന്നു. പിന്നെ കോമ്പറ്റീഷൻസിനൊക്കെ ഇതുപോലെ പങ്കെടുക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ റെഗുലർലി കഥാ മത്സരം അങ്ങനെയൊക്കെ പങ്കെടുക്കുമായിരുന്നു. പിന്നെ ഒരു പോയിന്റ് എനിക്ക് ആക്ച്വലി കമ്പോസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് കൂടി. അങ്ങനെ കമ്പോസ് ചെയ്തപ്പോ അതിന് ലിറിക്സ് എഴുതണമല്ലോ. അങ്ങനെയാണ് ഈ ലിറിക്സ് എഴുതി തുടങ്ങാം എന്നൊരു കോൺസെപ്റ്റിലേക്ക് എത്തിയത്. പാട്ട് സ്വയം ഉണ്ടാക്കി തുടങ്ങാം എന്നൊരു കോൺസെപ്റ്റ്. പിന്നെ എവിടെയോ ആ മ്യൂസിക്കിനോടുള്ള പരിപാടി അവിടെ നിന്നുപോയി, ലിറിക്സ് അങ്ങ് കണ്ടിന്യൂ ചെയ്ത് വന്നു. അതെങ്ങനെയാണ് അത് മതി എന്നുള്ളത്? മ്യൂസിക് വേണ്ട അല്ല, അത് മതി എന്ന് തീരുമാനിച്ചതല്ല. ഞാൻ പിന്നീട് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് മറ്റുള്ള മ്യൂസീഷ്യൻസിന് വേണ്ടി പാട്ട് എഴുതാൻ, ചുമ്മാ ഹോബി പോലെ ഫ്രണ്ട്സിന് വേണ്ടി പാട്ട് എഴുതുക എന്നുള്ളത്, അവർക്ക് മ്യൂസിക് അറിയാം, അപ്പൊ എനിക്ക് ലിറിക്സ് എഴുതാൻ അറിയാം. അപ്പൊ അങ്ങനെ ഒരു പാർട്ണർഷിപ്പിൽ ചെയ്ത് പോയി. പിന്നീടാണ് ഇതൊരു പ്രൊഫഷൻ ആക്കാം തോന്നിയത്. അപ്പോഴും ഞാൻ എൻജോയ് ചെയ്ത് തുടങ്ങി. അപ്പോഴും ഞാൻ കോളേജിൽ പഠിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ ഫസ്റ്റ് ഫിലിം നടക്കുമ്പോൾ ഞാൻ അണ്ടർഗ്രാഡ് തുടങ്ങിയുള്ളൂ, 12th കഴിഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്തു തുടങ്ങിയതാണ്. പിന്നീട് ഇതൊരു ഫുൾ ടൈം പ്രൊഫഷനായിട്ട്. സിനിമയോടായിരുന്നു ആക്ച്വലി ലിറ്ററേച്ചറിനെക്കാളും കൂടുതൽ താല്പര്യം. അപ്പൊ സിനിമയിൽ വരാം, സിനിമയിൽ എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഇത് കിട്ടിയപ്പോൾ പിന്നെ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്ത് വന്നു. എങ്ങനെയാണ് അപ്പൊ ഇത്? ഒരുപാട് കവിതകൾ വായിക്കുമായിരുന്നോ അതോ? ഞാൻ ആക്ച്വലി വളരെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഡിഫറെന്റ് ആണ്. ലിറ്ററേച്ചറിനോടുള്ള അഫിനിറ്റി എനിക്ക് വളരെ കുറവാണ്. വായന തന്നെ വല്ലപ്പോഴൊക്കെ ഉള്ളൂ, അല്ലാതെ റെഗുലർലി ഇരുന്ന് വായിക്കുന്ന ഒരാളൊന്നുമില്ല. ഓഫ് ലേറ്റ് ആണ് പിന്നെ ഞാൻ തുടങ്ങിയത്. അപ്പോൾ കൂടുതലും പാട്ട് കേൾക്കലും സിനിമ കാണലും പാട്ടിലെ വരികൾ പണ്ടേ ശ്രദ്ധിക്കുമായിരുന്നു. അപ്പൊ എനിക്ക് ആ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ ഒരു പാട്ട് കേട്ട് ഇത് ആരാണ് എഴുതിയത്, കമ്പോസ് ചെയ്തതൊക്കെ കമ്പാരിറ്റീവ്ലി എന്റെ കൂടെ പഠിക്കുന്ന ബാക്കിയുള്ള എന്റെ ഫ്രണ്ട്സിനെക്കാളും കൂടുതൽ സിനിമയുടെ തന്നെ പല ഡീറ്റെയിൽസും, ആരാണ് എന്റെ സിനിമാറ്റോഗ്രാഫർ, എഡിറ്റർ എന്നൊക്കെയുള്ള കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയായിരുന്നു. അപ്പോൾ ഈ ഫിലിമിനോടുള്ള ഒരു ക്രേസ്, മ്യൂസിക്കിനോടുള്ള ക്രേസുമാണ് എന്നെ ഹെൽപ്പ് ചെയ്ത് ഇവിടെ വരെ എത്തിച്ചത്. എങ്ങനെയാണ് ആദ്യത്തെ സിനിമയിലേക്ക് ഒന്ന് ലാൻഡ് ചെയ്യുന്നത്? എങ്ങനെയാണ് ആ ഒരു പ്രോസസ് ഉണ്ടായത്? ഒരു പറഞ്ഞ പോലെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടി പാട്ട് എഴുതി ഒരു സ്റ്റേജ് എത്തിയപ്പോൾ ഫിലിമിലേക്ക് അപ്രോച്ച് ചെയ്ത് കൂടെ എന്നൊരു ചോദ്യം പലയിടത്തുനിന്ന് പേഴ്സണലി കണക്ട് ആയിട്ടുള്ള ആളുകൾ തന്നെ ചോദിച്ചു. അപ്പൊ അങ്ങനെയാണ് ചാൻസ് ചോദിക്കാം എന്നൊരു ഐഡിയയിലേക്ക് എത്തുന്നത്. അപ്പൊ ഞാൻ പക്രുച്ചേട്ടനെയാണ് ആദ്യം, പിന്നെ അജയേട്ടനെയാണ് ആദ്യം വിളിച്ചത്. വേറൊരാളാ ഫോൺ എടുത്തത്, രജിയേട്ടൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രണ്ടാ ഫോൺ എടുത്തു. അപ്പൊ ഇങ്ങനെ ആവശ്യം പറഞ്ഞു. അവർക്കതൊരു പുതുമയായിട്ട് തോന്നി, ഇങ്ങനൊരു 17 വയസ്സുള്ള ഒരാൾ ഇങ്ങനെ ഒരു ചാൻസ് ചോദിക്കുന്നത്. ആ സിനിമയിൽ അദ്ദേഹത്തിന്റെ ക്യാരക്ടറുടെ പേര് വിനായകൻ എന്നായിരുന്നു. അപ്പൊ വിനായകൻ അങ്ങനെ എന്തോ. അപ്പൊ എൻ്റെ അടുത്ത് ആദ്യം എഴുതാൻ, ചുമ്മാ ടെസ്റ്റിന് വേണ്ടി എഴുതാൻ പറഞ്ഞ് ഗണപതിയെ പറ്റി ഒരു പാട്ടാണ്. ഒരു ഉത്സവത്തിന് ഒരു ഡാൻസ് സോങ് ആണ്, പക്ഷെ അത് ഒരു എന്താ പറയാ, ഗണപതി അമ്പലത്തിലെ ഉത്സവമാണ്. അപ്പൊ അതൊക്കെ കണക്ട് ചെയ്തൊരു പാട്ട് എഴുതാൻ പറഞ്ഞു. വെറുതെ ആയിരുന്നു, സിനിമയിൽ അങ്ങനെ സിറ്റുവേഷൻ ഇല്ലായിരുന്നു. പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ അങ്ങനെ എഴുതി ഈ ജിമെയിൽ വഴി അയച്ചു കൊടുക്കുമായിരുന്നു, കാരണം ഞാൻ ചെന്നൈയിലായിരുന്നു ആ സമയത്ത്. പിന്നീട് കൊച്ചിയിൽ അതിന്റെ പൂജയ്ക്ക് വിളിപ്പിക്കുകയും ഷാൻ റഹ്മാനുമായിട്ട് അന്ന് പരിചയപ്പെടുത്തുകയും അങ്ങനെയാണ് ആ സിനിമയിലെ ഫസ്റ്റ് സോങ് ചെയ്തത്. പിന്നീട് ഒരു ബ്രേക്ക് വീണ്ടും വന്നു. അങ്ങനെ വീണ്ടും ചാൻസ് ചോദിച്ചാണ് എന്റെ സെക്കൻഡ് ഫിലിം നീലാകാശം. ഞാൻ അന്നേരം ഈ പേരിന് ഫേസ്ബുക്കിൽ കുറെ പേർക്ക് മെസ്സേജ് അയക്കും, അങ്ങനെയൊക്കെയാണ്. എവിടെന്നെങ്കിലും ആരെങ്കിലും നമ്പർ ഒപ്പിച്ച് വന്നു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് വിളിക്കും. പലപ്പോഴും അന്നത്തെ ഒരു മെച്യൂരിറ്റി അല്ലേ നമുക്ക് ഉള്ളൂ. അപ്പോൾ അവരുടെ കൺവീനിയൻസ് ഒന്നും നോക്കാതെ വിളിക്കുന്നൊരു കാലമൊക്കെ ആയിരുന്നു. അങ്ങനെ പല വാതിലുകളിൽ മുട്ടിയിട്ട് അവസാനം എങ്ങനെയോ കറക്റ്റ് സമയത്ത് നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി, അതും ഞാൻ സമീർ താഹിർ ഫോൺ നമ്പർ എന്നൊക്കെ ഗൂഗിൾ ചെയ്തിട്ട്
ഇന്നത് ഗൂഗിൾ ചെയ്താൽ വരുമെന്ന് തോന്നില്ല, അന്ന് വന്നു. ഓക്കെ. കൃത്യമായിട്ട് വിളിച്ചപ്പോൾ അദ്ദേഹം ഫോൺ എടുത്തു. ഒരു ഹാഫ് ആൻ അവർ ഡിസ്റ്റൻസിൽ ഞങ്ങൾ ഉണ്ടായിരുന്നു, ചെന്നൈ തന്നെ. ഓക്കെ. അപ്പൊ അങ്ങനെ എല്ലാം കൂടെ എന്റെ സ്റ്റാർസ് അലൈൻ ചെയ്യാന്ന് പറയുന്ന പോലെ എല്ലാം ഒത്തു വന്നിട്ടാണ് നീലാകാശത്തിലും വർക്ക് ചെയ്യുന്നത്. പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. തിരിഞ്ഞക്കിടക്കിടക്ക് നോക്കുന്നു. അല്ല, ഇപ്പോഴത്തെ ഒരു അന്നത്തെ വിനായകമായിട്ട് ഇപ്പോഴത്തെ വിനായകനെ കമ്പയർ ചെയ്യുമ്പോൾ എത്രത്തോളം ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട് എഴുത്തിന്റെ ഒരു സ്റ്റൈലിലും? അന്ന് ഈ പറഞ്ഞ ഒരു ഏജും എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് എപ്പോഴും കൂടുതലേ ഉള്ളൂ. അപ്പോൾ അതിന്റെ ഒരു ഡിഫറൻസ്, പിന്നെ കോൺഫിഡൻസ്, നമുക്കിപ്പം എനിക്ക് എന്ത് പറ്റും എന്ത് പറ്റില്ല എന്നുള്ള കാര്യത്തിൽ ഞാൻ തന്നെ ഓപ്പൺ ആയി സംസാരിക്കുമ്പോൾ പിന്നെ ഇൻസെക്യൂരിറ്റീസ് ഇല്ല. ഇത് ഈ ടൈപ്പ് ലിറിക്സ് എനിക്ക് പറ്റുമോ, ഓക്കെ, ചിലപ്പോൾ പറ്റും ചിലപ്പോൾ പറ്റില്ല, ഐ ബി ഓപ്പൺ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല. ഇപ്പൊ അതുകൊണ്ട് കോൺഫിഡൻസിലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ എനിക്ക് വേറൊരു ജോലിയും ചെയ്യാനുള്ള ഒരു പാഷൻ എനിക്കില്ല. അതുകൊണ്ട് ഈ ജോലി തന്നെ എനിക്ക് ചെയ്യാനുള്ളൂ എന്ന് എനിക്കറിയാം. അപ്പോൾ ഐ ആം ഹിയർ. അപ്പോൾ ഇനിയിപ്പോൾ എന്താണോ ലൈഫ് എനിക്ക് ഇതിൽ നിന്ന് ഓഫർ ചെയ്യുന്നത് അത് കിട്ടുക, അത് വാങ്ങുക എന്നൊക്കെ ഉള്ളത് തന്നെയാണ്. ഇപ്പൊ മലയാളത്തെ പറ്റി പൊതുവെ പറയാറുള്ളതെന്ന് പറഞ്ഞാൽ ബാക്കി ലാംഗ്വേജസിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ലിമിറ്റഡ് ആണ്. നമ്മുടെ കൈൻഡ് ഓഫ് വാക്കുകളും ഒക്കെ കുറച്ച് ലിമിറ്റഡ് ആണ്. ഇപ്പോൾ തമിഴിലൊക്കെ ആണെങ്കിൽ ഒരുപാട് എന്തിനും പുതിയ പുതിയ വാക്കുകൾ ആഡ് ആയിക്കൊണ്ടിരിക്കുന്ന ലാംഗ്വേജ് ആണ്. ഇപ്പൊ നമ്മൾ തന്നെ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഒരു ലിമിറ്റേഷൻസിൽ ഇപ്പൊ ഇംഗ്ലീഷ് മിക്സ് ചെയ്യുക എന്നുള്ളത്? ഇപ്പോൾ എല്ലാ ഭാഷകളിലും അവർ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഉറുദുവിലാണെങ്കിൽ അതിനേക്കാളും നല്ല പോയിട്ടിക് ആയിട്ടുള്ള വാക്കുകളുണ്ട്. ഇപ്പൊ മലയാളത്തിലാണെങ്കിൽ ഒരു സാഹിത്യത്തിൽ കവിഞ്ഞ ഒരു കോൺവെർസേഷനിൽ ഒരു സിമ്പിൾ ആയിട്ട് സംസാരിക്കുന്ന വാക്കുകൾ ഇപ്പോഴാണ്. ഇപ്പൊ ഒരു രോമാഞ്ചവും ആവേശവും ഒക്കെ വരുമ്പോൾ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ സിമ്പിൾ പ്രയോഗങ്ങൾ, പക്ഷെ എന്നാൽ രസമുള്ള വാക്കുകളാണ്, നമ്മൾ അധികം കേൾക്കാത്ത വാക്കുകളാണ്. അപ്പൊ അതിലേക്ക് എങ്ങനെയാണ് അറൈവ് ചെയ്ത്? ഇപ്പൊ കുറെ കാലത്ത് നമുക്കറിയാം മലയാളം ലിറിക്സിൽ ഇപ്പോ കിനാവ്, നിലവ്, അല്ലെങ്കിൽ വാനം എന്നൊക്കെ ഉള്ള സ്ഥിരം വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് പോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു കുറച്ച്. പക്ഷെ ഇപ്പൊ കുറച്ചുകൂടെ ഇപ്പൊ ഈ പാട്ടുകളൊക്കെ വന്നതോടുകൂടി ആൾക്കാർ ലിറിക്സ് കൂടുതൽ അറ്റൻഷൻ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ലിറിക്സിനോട് ഭയങ്കര ഒരു അഫിനിറ്റി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയായിരുന്നു ഈ ഒരു ട്രാവൽ? എങ്ങനെയായിരുന്നു ഇതിലേക്ക് എങ്ങനെയാണ് എത്തിയത്? അല്ല, അത് ഈ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യന് തന്നെ ഒരു ആൻസർ ഉണ്ട്. മലയാളം എന്ന് പറയുന്ന ഭാഷയിൽ നമ്മൾ സംസാരിക്കുന്ന വാക്കുകളിൽ വളരെ കുറച്ച് ശതമാനം വാക്കുകളെ പാട്ടിൽ എഴുതാൻ പറ്റും. അതിൽ കുറച്ച് ശതമാനം വാക്കുകളെ ചില ജോണേഴ്സ് ഓഫ് സോങ്സിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ചും ഈ കാലം മാറുന്നതനുസരിച്ച് സിനിമ മാറുന്നുണ്ട്. സിനിമ കുറച്ചുകൂടി യൂണിവേഴ്സൽ ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് മ്യൂസിക് മാറുന്നുണ്ട്. മ്യൂസിക് ഡയറക്ടേഴ്സും അവരുടെ സോങ്സും ഒക്കെ ആ ഒരു സ്വഭാവം സോങ്സിനും കൈവരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ലിറിക്സ് മാത്രം നമുക്ക് മാറ്റാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നുണ്ട് ആക്ച്വലി. അപ്പോൾ നമുക്ക് ഈ സ്ഥിരം പറഞ്ഞ വാക്കുകൾ തന്നെ പറയേണ്ടി വരുന്നതും പലപ്പോഴും അതുകൊണ്ടാണ്. മലയാളം അത്ര അഡാപ്റ്റീവ് ആൻഡ് വെൽക്കമിങ് ലാംഗ്വേജ് അല്ല. ഇപ്പൊ മലയാളത്തിൽ തന്നെയുള്ള പല പല വാക്കുകൾ പോലും പാട്ടിൽ ഉപയോഗിക്കുമ്പോൾ മുഴച്ചു നിൽക്കും. അല്ലെങ്കിൽ അത്രത്തോളം ഡിഫറെന്റ് ട്യൂൺ ആയിരിക്കണം. എസ്പെഷ്യലി ഇപ്പൊ ട്യൂണിന്റെ സ്ട്രക്ചർ ട്യൂൺ ഇട്ടിട്ടാണല്ലോ പാട്ട് എഴുതുന്നത്. ഒഴുക്കുള്ള ഒരു ട്യൂണാണ്, എവിടെയും ബ്രേക്ക് ചെയ്യാതെ പോകുന്ന ഒരു ട്യൂണാണെങ്കിൽ മലയാളത്തിന് എളുപ്പമാണ് എഴുതാൻ. ഇപ്പൊ ചന്ദനമണി സന്ധ്യകളൊക്കെ നമ്മൾ വിചാരിക്കും വളരെ ടഫാണ് എഴുതാൻ. ഗിരീഷണ്ണൊക്കെ ചിലപ്പോൾ മറ്റേ നിഷ്പ്രയാസം എഴുതിക്കാണ്. കാരണം അത് ട്യൂണ് ബ്രേക്ക് ആവുന്നില്ല. ബ്രേക്ക് ആവാത്ത ട്യൂൺ ആണെങ്കിൽ മലയാളം എഴുതാൻ കുറച്ചുകൂടി എളുപ്പമാണ്. പക്ഷെ വളരെ ബ്രേക്ക് ആയി സ്മോൾ ഫ്രൈസസ് വരുന്ന പാട്ടുകളുണ്ടല്ലോ, 2 വാക്ക് പിന്നെ 2 വാക്ക്, ഇങ്ങനെയുള്ള പാട്ടുകളുടെ സ്ട്രക്ചറിൽ മലയാളം എഴുതാൻ ഏറ്റവും പാടാണ്. പക്ഷെ തമിഴിലോ ഹിന്ദിയിലോ അത്തരം പാട്ടുകൾ എഴുതി ഫലിപ്പിക്കാൻ വളരെ ഈസിയാണ്. ഇംഗ്ലീഷ് സോങ്സിലൊക്കെ നമ്മൾ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഇംഗ്ലീഷ് സോങ്സിൽ ലിറിക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി ലൈഫിൽ നടക്കുന്ന പല കാര്യങ്ങളും പല വാക്കുകളും ഈസിലി പാട്ടിൽ എഴുതാം. നമുക്കത് പറ്റാത്തതുകൊണ്ട് നമ്മൾ ഈ ഡിസോണസ്റ്റി വീണ്ടും വന്നിട്ട് ഉപമകൾ അതാണ് അതുപോലെ ഇതുപോലെ എന്ന് പറഞ്ഞ് നമ്മൾ വീണ്ടും ഈ ആകാശവും നക്ഷത്രങ്ങളിലോട്ടൊക്കെ നമുക്ക് തിരിച്ചു പോകേണ്ടി വരുന്ന ഒരു ഗതികേടാണ്. അത് ഇനിയും കുറച്ച് കൂടും ആ ചലഞ്ച്. ഇനി വരുന്ന പതിറ്റാണ്ടുകളിൽ എഴുതുന്ന ആൾക്കാരിൽ അത് കുറച്ചുകൂടെ ടഫർ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഈ നടത്തുന്ന എക്സ്പെരിമെന്റ്സ് ഉണ്ടല്ലോ, ഇപ്പൊ ആക്ച്വലി ആവേശമാണെങ്കിലും രോമാഞ്ചമാണെങ്കിലും സക്സസ്ഫുൾ ആയ എക്സ്പെരിമെന്റ്സ് ആണ്. അപ്പൊ സക്സസ്ഫുൾ ആവാത്ത എക്സ്പെരിമെന്റ്സും ഉണ്ട്. അപ്പൊ അത് പൊട്ടും ചീറ്റും. അങ്ങനെ ചീറ്റുമ്പോ അത് ഒരുപാടങ്ങ് ട്രോളിക്കൊല്ലാതെ ഒരു കുറച്ച് കരുണ കാണിച്ചാൽ ബാക്കിയുള്ളവർക്ക് അത് ചെയ്യാൻ തോന്നും. അല്ലെങ്കിൽ പിന്നെ വരുന്നവരും പേടിച്ച് സേഫ് അപ്രോച്ച് തന്നെ പിടിച്ചോണ്ടിരിക്കും. ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പൊ തമിഴിൽ മദൻ കാർക്കെ പോലുള്ള ഒരു പുതിയ വാക്കുകളൊക്കെ കണ്ടുപിടിക്കാനുള്ള ഒരു ഇനീഷ്യേറ്റീവ്, ഒരു എഫേർട്ട് തന്നെ നടത്തുന്നുണ്ട്. ഒരു എന്തോ ഒരു ഫോർമേഷൻ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അതുപോലെ എന്തെങ്കിലും ഒക്കെ ഉള്ള എക്സ്പീരിയൻസ് ചെയ്യാറുണ്ടോ? ഇങ്ങനെ പുതിയ വാക്കുകൾ ഉണ്ടാക്കുക സാധ്യതയുണ്ടോ? സാധ്യത നല്ലോണം ഉണ്ട്. പക്ഷെ അതൊരു ഇൻഡിവിജ്വൽ ലെവലിൽ നമ്മൾ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോന്ന് അറിയില്ല. നമുക്കത് ലിമിറ്റഡ് ആണ്. വേറെ അതൊരു കളക്റ്റീവ് ലെവലിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഭാഷ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാവർക്കും ആ വാക്ക് മനസ്സിലാവണം. അപ്പോഴേ ആ ഭാഷയിൽ ആ വാക്ക് വന്നു ചേരുള്ളൂ. അപ്പൊ അത് വേറൊരു രീതിയിൽ അത് ഒബ്ജക്റ്റീവ്ലി ചെയ്തിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ അത് വേണം. അത് കാരണം നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് മാറുന്നുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഗാഡ്ജറ്റ്സ് എല്ലാം ടെക്നോളജി മാറുന്നുണ്ട്. അപ്പൊ ഇതനുസരിച്ചാണ് നമ്മുടെ ലൈഫും മാറുന്നത്. നമ്മുടെ ലൈഫിനെ അഡ്രസ് ചെയ്യുന്നതാണ് നമ്മുടെ പാട്ടുകൾ.
അപ്പോൾ നമ്മുടെ ലൈഫിനെ ഡയറക്റ്റ്ലി അഡ്രസ്സ് ചെയ്യാൻ പറ്റാതെ വേറൊരു രീതിയിൽ അഡ്രസ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് എന്താ, എപ്പോഴും ഒരു ഫൈൻ ലൈൻ വേണം, ഒരു റൈറ്റ് ബാലൻസ് വേണം. പോയട്രിയിലും റിയാലിറ്റിയിലും നമുക്കൊരു ബാലൻസ് വേണം. ആ ബാലൻസിന് പറ്റുന്ന വാക്കുകൾ ഇന്നല്ലെങ്കിൽ നാളെ വന്നാൽ കൊള്ളാം. ഇപ്പം ഏറ്റവും പുതുതായിട്ട് വന്നേക്കുന്ന ഗുരുവായൂർ അമ്പലനടയിൽ കൃഷ്ണ എന്ന് പറയുന്ന സ്വാമി. അപ്പോൾ നേരത്തെ ഇപ്പൊ ഗബ്രിയേലിന്റെ എന്ന് പറഞ്ഞ പാട്ട് ക്രിസ്ത്യൻ ഇത് എഴുതിയിട്ടുണ്ട്, ഭീമാപ്പള്ളി സ്വാമി എഴുതിയിട്ടുണ്ട്. ഇതില് വളരെ രസകരമായിട്ട്, അത് ഭയങ്കര ഡിവോഷണലാണ് എന്നാൽ അതേസമയം കോമിക്കലാണ്, വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് വരുന്നത്. അതിന്റെ ഒരു പ്രോസസ് എങ്ങനെയാണ്? അജു ആണ് പാടുന്നത്. അപ്പോൾ അതിന്റെ ഒരു പ്രോസസ് എങ്ങനെയായിരുന്നു ആ ഒരു സോങ്ങിന്റെ? ശരിക്കും ഇവരോട് ഞാൻ ഓൾറെഡി വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്കിത്തുമായിട്ട് കുറച്ച് സിനിമകളും വിപിൻ ചേട്ടനുമായിട്ട് ജയ 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 വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവരുടെ ഒരു നാക്ക് എനിക്കറിയാം, എന്താണ് ഇവരുടെ ഹ്യൂമർ എന്താണ് എന്നൊക്കെ ഉള്ളത്. അപ്പൊ ശരിക്കും ഗുരുവായൂർ അമ്പലം നടയിലിനെ പറ്റി എനിക്ക് ഒരുപാട് ധാരണയൊന്നുമില്ല. ഈ പാട്ട് എഴുതുമ്പോൾ പോലും സിനിമയുടെ കഥ എന്താണെന്ന് എനിക്കറിയില്ല. ജയ ജയ ഹേ പക്ഷെ എനിക്ക് ആദ്യം പോലെ അറിയാം എന്താണ് എന്റെ ജേണി എന്നുള്ളത്. അപ്പൊ ഇത് പ്യൂർലി ട്രസ്റ്റ് ചെയ്യുകയാണ്. വിപിൻ ചേട്ടൻ പറയുന്ന ക്ലൈമാക്സിൽ മേൽപ്പത്തൂരിനെ പോലെ അജു വർഗീസ് വരും, ഒരു പാട്ട് പാടും. അപ്പൊ ഇത് ഓക്കെ, ഇത് റിയാലിറ്റി ആണോ ഫാന്റസി ആണോ ഒന്നും അറിയില്ല. ശരിക്കും അങ്ങനെ ഒരു ക്യാരക്ടർ അവിടെ ഉണ്ടോ എന്നൊന്നും സത്യം പറഞ്ഞാൽ അറിയില്ല. അപ്പൊ പിന്നെ അങ്ങ് ട്രസ്റ്റ് ചെയ്യുവാണ്. അപ്പൊ എന്തും എഴുതാം എന്ന് പറഞ്ഞു. അപ്പൊ ഒരു ഭജന പോലെ തുടങ്ങാം. അപ്പൊ ഞാൻ ശരിക്കും കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദനയുടെ ഒരു മീറ്ററിലാണ് എഴുതി തുടങ്ങിയത്. അപ്പോഴേക്കും അങ്കിത്ത് എന്തോ കമ്പോസ് ചെയ്യുന്നുണ്ടായിരുന്നു. കമ്പോസ് ചെയ്ത് വന്നപ്പോഴേക്കും ഈ ട്യൂണ് വന്നു. അപ്പൊ അങ്ങനെ കൃഷ്ണ കൃഷ്ണ എന്ന് പറഞ്ഞൊരു ഭജന പോലെ എഴുതി തുടങ്ങി. പിന്നെ അങ്ങോട്ട് ഇംഗ്ലീഷ് വാക്കുകളൊക്കെ അതിൽ വരുന്നുണ്ട്, വാട്ടർ ട്രാജഡി എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. അപ്പൊ കറക്റ്റ് പ്ലേസ്മെന്റ് ആയിരുന്നു സിനിമയിൽ. അപ്പൊ പിന്നെ സിനിമ കണ്ടപ്പോഴാണ് ഓക്കെ ഡയറക്ടർ എത്രത്തോളം ക്ലിയർ ആയിരുന്നു, കൺവിൻസ്ഡ് ആയിരുന്നു എനിക്ക് മനസ്സിലായത് സിനിമ കണ്ടപ്പോൾ. കാരണം ചുറ്റും വില്ലന്മാരാണ്. ഞാൻ എഴുതിയപ്പോ പോലും അറിഞ്ഞില്ല ഇങ്ങനെ ചുറ്റും തന്നെ വില്ലന്മാര് വന്ന് ലിറ്ററലി അങ്ങനെ സംഭവിക്കുന്നു. അപ്പൊ വളരെയധികം എൻജോയ് ചെയ്ത പാട്ട്. അജിച്ചേട്ടൻ പരസ്യത്തിന് പോലും അതിന്റെ ഗുരുവായൂർ മതിലകത്ത് പതിവില്ല ജനത്തിരക്ക് എന്ന് പറയാൻ കാരണം സാധാരണ ഗുരുവായൂർ തൊഴാൻ വരുന്ന ജനങ്ങളുടെ തിരക്ക് കാണും, കല്യാണം നടത്താൻ, ഇത് കല്യാണം പൊളിക്കാൻ വരുന്ന ആളുകളുടെ എക്സ്ട്രാ തിരക്കുണ്ട്. അപ്പൊ അതിനാണ് അതിൽ അഡ്രസ് ചെയ്തത്. അപ്പൊ അജിച്ചേട്ടനാണ് ശരിക്കും ഇത്രയും ഈ ലിറിക്സ് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആദ്യമായിട്ട് അജുവേട്ടനാണ്. കാരണം അദ്ദേഹം അഭിനയിച്ചതിന് ശേഷം അന്ന് നമുക്കറിയില്ല അജുവേട്ടനാ പാടുന്നതെന്ന്. അപ്പൊ അങ്കിത്ത് ട്രാക്ക് പാടി അജുവേട്ടൻ അഭിനയിച്ചതിന് ശേഷം എന്നെ വിളിച്ചു, എടാ ഇത് ഭയങ്കര സംഭവമാണല്ലോ, രസമുണ്ടല്ലോ. അപ്പൊ ഞാൻ പോലും ഇത് ഇത്രയും കൊള്ളാമോ, ഞാൻ എഴുതിയിട്ടൊക്കെ പോയതേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇത്രയും നല്ല പാട്ടാണ് എന്നൊന്നും ഞാൻ അപ്പൊ ആലോചിക്കുന്നില്ല. അപ്പൊ അജിച്ചേട്ടൻ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഇത് കൊള്ളാലോ. അപ്പൊ പിന്നെ അജിച്ചേട്ടൻ തന്നെ പാടുന്നു എന്ന് പറഞ്ഞു. പിന്നെ അതിന്റെ ഒരു എന്താ, ആ എല്ലാ പാട്ടിനും ഒരു ഭാഗ്യം ഉണ്ടല്ലോ. അതിന്റെ ഒരു ഭാഗ്യം വന്നതും മാറിയതും ഒക്കെ ആ ഒരു പ്രോസസ്സിലാണ്. ആവേശത്തിലെ പാട്ടുകളെ പറ്റി ഒരുപാട് പല സ്ഥലത്തുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ സുഷിനുമായിട്ട് വർക്ക് ചെയ്യുമ്പോഴും ജിത്തുമായിട്ട് വർക്ക് ചെയ്യുമ്പോഴും ഒരു പ്രത്യേക എനർജി എവിടെ നിന്നാണ് വരുന്നത്? അവര് തരുന്നതാണോ അതോ നിങ്ങൾ തമ്മിലുള്ള ഒരു പ്രത്യേക സിങ്ക് ആണോ? ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ വാക്കുകളും അധികം യൂസ് ചെയ്യാത്ത വാക്കുകളും ഇല്ലുമിനാറ്റി പോലൊരു വാക്ക് ഇവിടെ പ്ലേസ് ചെയ്യാന്നുള്ളൊരു തോന്നലും ഇതൊക്കെ എങ്ങനെയാണ്? ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നാലും സുഷിനായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പൊതുവെ സ്പേസ് കിട്ടാറുള്ളത്. ഇപ്പൊ എന്തും ചെയ്യാം എന്നൊക്കെയുള്ളത്, എന്തും പ്രസന്റ് ചെയ്യാം സുഷിന്റെ അടുത്ത്. അപ്പൊ അത് ബാക്കി ഇപ്പൊ ജിത്തുവിന്റെ പടങ്ങളല്ലാത്ത പടങ്ങൾ, ഇപ്പൊ മൃദുഭാവേത്രയുടെ കൃത്യ പോലത്തെ ഒരു വാക്ക് കണ്ണൂർ സ്ക്വാഡിലെ പാട്ടിലെ മെയിൻ ആയിട്ട് അത് അങ്ങനെയൊക്കെ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നത് സുഷിൻ തരുന്ന ഒരു സ്പേസിലാണ്, ഒരു ട്രസ്റ്റിലാണ്. ജിത്തു എന്ന് പറഞ്ഞാൽ ജിത്തു ഒരിടത്ത് പറയാത്തൊരു ഫ്ലാഷ് ബാക്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫേസ്ബുക്കിൽ കുറെ കോമഡി ഗ്രൂപ്പ്സ് ഉണ്ടല്ലോ, ട്രോൾ മലയാളം, അതിനും ഇന്റർനാഷണൽ ICU എന്നൊക്കെ പറഞ്ഞ ഗ്രൂപ്പൊക്കെ വരുന്ന സമയത്ത് ജിത്തു ട്രോളനാണ്. ജിത്തു മാധവൻ എനിക്ക് ആദ്യമായിട്ട് അറിയുന്ന ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടാണ് ജിത്തു മാധവൻ. ഇദ്ദേഹം എല്ലാ വീക്കെൻഡിലും ട്രോൾ ഇടും. അപ്പൊ ഞാനും ഒന്ന് എന്റെ മെയിൻ അക്കൗണ്ടിൽ നിന്ന് വേറെ പല മെയിൻ അക്കൗണ്ടിൽ നിന്ന് കുറവാ ഫ്രണ്ട്സിന്റെ അക്കൗണ്ട് ഒക്കെ ഇരുന്നിട്ട് ഞങ്ങളും ട്രോൾ ഇടും. അപ്പൊ ഞാൻ അന്ന് മറ്റേ 1000 ലൈക്ക് വന്ന കിട്ടുക എന്നൊക്കെ പറയുന്നു. അപ്പൊ നമ്മൾ 1000 ലൈക്ക് വരുന്നോണ്ട് നോക്കും ജിത്തുവിന്റെ ഒരു ട്രോൾ ഒരു 2000 ലൈക്ക് വരും. അപ്പൊ ആരുടെ ഈ ജിത്തു മാധവൻ? അങ്ങനെയാണ് ജിത്തുവിനെ, അപ്പൊ അങ്ങനെ ടെക്സ്റ്റ് ചെയ്ത് തുടങ്ങിയാണ് ജിത്തുവിനെ. പിന്നീടാണ് ഞാൻ ഇന്ന് ജോൺ പോൾ ജോർജിന്റെ ടീമിൽ ജിത്തു ഡയറക്ഷൻ ടീമിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ മറഡോണയിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ അമ്പിളിയിലും ഒക്കെ ജിത്തുവിനെ അപ്പോഴാണ് നേരിട്ട് കാണുന്നത്. അപ്പൊ അന്ന് മുതലേ മറ്റേ സഹചളിയന്മാർ എന്നൊക്കെ പറഞ്ഞ ഹ്യൂമർ റിലേറ്റഡ് ആയിട്ടാണ് ഞങ്ങളുടെ ബന്ധം തന്നെ. പിന്നെ ഈ പറഞ്ഞ 2 സിനിമകളിലും ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് ജിത്തുവിന്റെ ഇൻഡിപെൻഡന്റ് പ്രോജക്ട് തുടങ്ങുന്നതിന് മുമ്പ് ജിത്തുവായിട്ടൊരു സിങ്ക് ഉണ്ട്. അപ്പൊ ആ സിങ്കാണ് ശരിക്കും, പിന്നെ സുഷിനും കൂടെ വന്നിട്ട് ഞങ്ങളുടെ 3 പേരും കൂടെ ഇരുന്നിട്ടുള്ള ഒരു പ്രോസസ്സാണ് ശരിക്കും രോമാഞ്ചത്തിലും ആവേശത്തിലും വർക്ക്ഔട്ട് ആയിരിക്കുന്നത്. അപ്പൊ എന്ത് വേണം എന്ത് വേണ്ട എന്നൊക്കെ പറയാൻ അത് നമ്മളെ അങ്ങ് തുറന്നു വിടും. നമ്മൾ പലതും എഴുതും, അതിന് ഫിൽട്ടർ ഔട്ട് ചെയ്യാനൊക്കെ കൃത്യമായിട്ട് ജിത്തുവിന് അറിയാം. അപ്പൊ അങ്ങനെ ഒരു കറക്റ്റായിട്ട് ഒത്തുവന്ന 2 സിനിമകൾ. ഇല്ലുമിനാറ്റി നേരത്തെ തന്നെ നിങ്ങൾക്ക് ഹിറ്റ് ആവും ഉറപ്പുള്ള ഒരു പാട്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് സിനിമയിൽ പക്ഷേ സിനിമയുടെ നെറേറ്റീവിൽ ഉപയോഗിച്ചിട്ടില്ല, സിനിമയുടെ എൻഡ് ക്രെഡിറ്റ്സിലാണ് ഉപയോഗിച്ചത്. അപ്പൊ നമ്മളൊക്കെ ആദ്യം എക്സ്പെക്ട് ചെയ്യുന്ന സിനിമ കാണാൻ പോകുമ്പോൾ തന്നെ ആ പാട്ട് എവിടെ വരും, ബർത്ത്ഡേ സെലിബ്രേഷനിലായിരിക്കും അത് വരുന്നത് എന്നുള്ള രീതിയിലാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. അവിടെ വേറൊരു പാട്ടാണ് വരുന്നത്. അത് ആദ്യം ഒരു ഇനീഷ്യൽ ഒരു ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടാക്കി. പക്ഷെ പിന്നീട് അത് എൻഡ് ക്രെഡിറ്റ്സിൽ വന്നപ്പോൾ അത് പടത്തിന്റെ ഒരു വേറൊരു ലെവൽ ഹൈപ്പ് കൊണ്ടുവന്നു. എല്ലാവർക്കും അവസാനം ഡാൻസ് കളിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയെടുത്തു. അത് ആ സമയത്ത് എന്താണ് തോന്നിയത്? അത് ഇനീഷ്യൽ പ്ലാൻ അല്ലല്ല, ഞാനും ഇതേ സ്പേസസിലൂടെ കടന്നു പോയിട്ടുണ്ട്.
എഴുതുന്ന സമയത്ത് ഇത് പ്രീ പ്രൊഡക്ഷൻ സമയത്ത് എഴുതുന്ന ഒരേ ഒരു പാട്ട് ആവേശത്തില് ഇല്ലുമിനാറ്റിയാണ്. അപ്പൊ സിനിമയിൽ ഉണ്ടാവും വിചാരിച്ച് തന്നെയാണ് ഞാൻ എഴുതുന്നത്. പക്ഷെ അത് പിന്നീട് പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത് പറഞ്ഞ് ലാസ്റ്റ് പ്ലേസ് ചെയ്യാം. അപ്പൊ എനിക്കും ആദ്യം ഒരു ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു സിനിമയിൽ ഇല്ലല്ലോ എന്ന്. പക്ഷെ ആദരാഞ്ജലി വർക്ക്ഔട്ട് ആയതായിരുന്നു. ആ ഒരു ആദരാഞ്ജലി മോഡലാണ് ഇവിടെ ശരിക്കും പ്രയോഗിച്ചത്. കാരണം ആദരാഞ്ജലിയും രോമാഞ്ചത്തിൽ ഇല്ല. ലാസ്റ്റ് ക്ലൈമാക്സിൽ ഒരു പഞ്ചിലാണ് ആ സോങ് വരുന്നത്. അപ്പൊ അത് പക്ഷെ പാട്ട് ഹിറ്റായിരുന്നു, സിനിമയും ഹിറ്റായി. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് ഇങ്ങനെ പറഞ്ഞ ജിത്തു ഇങ്ങനെ പറഞ്ഞപ്പോ ഓക്കെ. എന്നാലും എനിക്ക് ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു ഇത് കറക്റ്റ് ആയിട്ട് ക്ലൈമാക്സിൽ വരുമ്പോൾ എല്ലാവരും എണീറ്റ് പോയാലോ എന്ന് മാത്രമല്ല, അതിന് മുമ്പ് ഈ പാട്ട് ഹിറ്റ്, ആദരാഞ്ജലി രോമാഞ്ചം ഇറങ്ങുന്നതിന് മുമ്പേ ഹിറ്റായി. മുമ്പേ ഈ പാട്ട് ഹിറ്റായി. പിന്നെ അത് അറിഞ്ഞുകൊണ്ട് തിയേറ്ററിൽ വന്നിട്ട് ലാസ്റ്റ് ഇത് വരുമ്പോൾ ഒരു എക്സ്ട്രാ പഞ്ചുണ്ട്. ഇത് ശരിക്കും ഒരാഴ്ച മുമ്പോ 10 ദിവസം മുമ്പ് എന്തോ ആണ് ശരിക്കും ആവേശത്തിന് 10 ദിവസം മുമ്പാണ് ഇലുമിനാറ്റി ഇറങ്ങിയത്. അപ്പൊ അതും 2 മിനിറ്റ് വെർഷൻ ആണ് യൂട്യൂബിൽ വന്നത്. ഫുൾ വെർഷൻ ഓഡിയോ പ്ലാറ്റ്ഫോംസിലാണ് വന്നത്. അപ്പൊ ഈ 10 ദിവസം കൊണ്ടും ആളുകൾ ഇത് ഹിറ്റാക്കി തിയേറ്ററിലേക്ക് എത്തുമോ എന്നൊരു സംശയം എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു 48 മണിക്കൂറെ സംശയം ശരിക്കും നീണ്ടു എന്നുള്ളത് എന്റെ സംശയമായിരുന്നു. ജിത്തുവിനെ സംശയം ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് കൃത്യമായിട്ട് എനിക്കതിനകത്ത് ഈ ഉലകിതിൽ ആരോടും തോൽക്കാ വീരൻ എന്നൊരു സ്റ്റാൻസ് ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് വീണ്ടും കരയാൻ കണ്ണീരില്ല എന്ന് പറഞ്ഞ, അപ്പൊ അത് ആളുകൾ കേൾക്കുവോ എന്നൊക്കെയായിരുന്നു എന്റെ ആദ്യത്തെ സംശയം. യൂട്യൂബിൽ അത് ഇല്ലാത്തതുകൊണ്ട്. ബട്ട് ദെൻ അതായിരുന്നു ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇനീഷ്യലി സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടത്. അപ്പോൾ അങ്ങനെ കുറെ സംശയങ്ങൾ മാറി. പിന്നെ അർമാദം എന്നുള്ള പാട്ടും ഇപ്പോ സിനിമ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ ഇപ്പോ ആളുകൾ ആഘോഷിക്കുന്ന പാട്ട് അതാ. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് രണ്ടെണ്ണം കിട്ടി. ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ സോഷ്യൽ മീഡിയ ട്രെൻഡ്സ് വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്യാറുണ്ടോ? ഇത് പുതിയ പിള്ളേർ എന്താണ് ആലോചിക്കുന്നത്, ഇതൊക്കെ എവിടെന്നെങ്കിലും ഒക്കെ നമുക്ക് യൂസ്ഫുൾ ആവുന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് എന്തൊക്കെയാണ് ഫോളോ ചെയ്യാറുള്ളത്? സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ വരുന്ന വാക്കുകൾ, പ്രയോഗങ്ങളെല്ലാം കൃത്യമായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. അത് പലപ്പോഴും നോട്ട് ചെയ്ത് വെക്കാറൊക്കെ ഉണ്ട്. ഇപ്പൊ ഏത് പാട്ടിൽ എപ്പോ പ്രയോഗിക്കാം, ഇപ്പൊ മെലഡീസിലൊന്നും അത് പ്രയോഗിക്കാൻ ചാൻസ് കുറവാണ്. അപ്പൊ ഇത്തരം പാട്ടുകൾ വരുമ്പോൾ നമുക്കത് പ്രയോഗിക്കാൻ പറ്റും. പിന്നെ എനിക്ക് ആകെപ്പാടുള്ള സംശയം ഈ 2 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് തന്നെ അല്ലേ ഇപ്പോഴും എനിക്ക് അങ്ങനെ പുതിയ ജനറേഷനിൽ ഇനി വേറെ വല്ല സോഷ്യൽ പ്ലാറ്റ്ഫോം വന്നോ, ഇങ്ങനെയുള്ള ചിന്തകൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ. അവിടെ എത്തിപ്പെടണമല്ലോ. അപ്പൊ അങ്ങനെ ബാക്കിലോട്ട് പോരുതെന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. അതേപോലെ ഇപ്പം മെലഡീസിലേക്ക് വരികയാണ്. ഇപ്പം വാശി എന്ന് പറയുന്ന സിനിമയിൽ യാതൊന്നും പറയാതെ, യാതൊന്നും എന്ന് പറയുന്നത് വളരെ യുണീക്ക് ആയിട്ടുള്ളൊരു, വളരെ അധികം ഉപയോഗിച്ച് കേട്ടില്ലാത്തൊരു വാക്കാണ്. അങ്ങനെ പല പ്രയോഗങ്ങളും അവിടെയും കൊണ്ടുവരാറുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നിനവും കിനാവും ബാനും ഒക്കെ മാറ്റിയിട്ട് കുറെ സാധനങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാറുണ്ട്. ഇതെങ്ങനെയാണ് ഈ യാതൊന്നും ഒക്കെ എങ്ങനെയാണ്? അല്ല, പലപ്പോഴും നിനവും കിനാവും ഒക്കെ പാട്ടിലുണ്ടാവും. അത് ഇല്ലാത്ത പാട്ട് എഴുതാന്ന് പറയുന്നത് പാടാണ്. പക്ഷെ നമുക്കൊരു പാട്ടിന്റെ പേരായിട്ട് പറയുമ്പോൾ ഒരു എക്സ്ട്രാ സ്പെഷ്യൽ ആയിട്ടൊരു വാക്ക് കിട്ടിയാൽ നല്ലതാണ്. പ്രത്യേകിച്ച് ആ വാക്കിൽ തുടങ്ങിയ പാട്ടുകൾ ഈ ഇടയ്ക്കൊന്നും വേറെ ഇറങ്ങിയിട്ടില്ലെങ്കിൽ. അപ്പൊ വാശിയുടെ സമയത്ത് ശരിക്കും അതിന്റെ ട്യൂണ് കേൾപ്പിച്ചു. അതിൽ ആദ്യം എഴുതുന്ന പാട്ട് യാതൊന്നുമാണ്. അപ്പൊ ട്യൂണ് കേട്ടു, കഥ അറിയാം. അപ്പൊ ഇങ്ങനെ ഞാൻ 2-3 തവണ ഇത് കേട്ട് ഇവരെ ഇങ്ങനെ എന്നെ നോക്കുന്നുണ്ട് രണ്ടുപേരും, കൈലാസേട്ടനും വിഷ്ണുവും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ മൊത്തം ഒന്നും എഴുതാൻ പോയില്ല. ഞാൻ ഈ ഐഡിയ വന്നപ്പോൾ തന്നെ ഇവരെടുത്ത് പറഞ്ഞു, ഞാനൊരു കാര്യം പറയാം, എനിക്കൊരു ഡിഫറെന്റ് വേർഡ് തുടങ്ങാൻ കിട്ടിയിട്ടുണ്ട്, അത് ഓക്കെ ആണെങ്കിൽ മാത്രം പ്രൊസീഡ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ആലോചിച്ച സമയം കളയണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത് പറഞ്ഞാണ് യാതൊന്നും പറയാതെ രാവേ. അപ്പൊ യാതൊന്നും എന്ന് കേട്ടപ്പോൾ തന്നെ ഇവർക്ക് 2 പേർക്കും അത് സ്ട്രൈക്ക് ചെയ്തു. അപ്പൊ വാട്ട് ഇസ് ഇമ്പോർട്ടന്റ് നമുക്ക് പലതും ഇങ്ങനെ പറയാം. ഈ ഡയറക്ടറും മ്യൂസിക് ഡയറക്ടറും അല്ലെങ്കിൽ ആരൊക്കെയാണോ അപ്രൂവൽ തരേണ്ടത്, ഇവർക്ക് നമുക്ക് കത്തുന്ന അതേ ബൾബ് ഇവർക്ക് ആ സമയത്ത് കത്തിയില്ലെങ്കിൽ ഇതൊക്കെ വെറുതെ. അങ്ങനെ വെറുതെ ആയിപ്പോയിട്ടുള്ള ഒരുപാട് വാക്കുകളെയും പാട്ടുകളെയും പറ്റി പറയാൻ എല്ലാ ലിറിസിസ്റ്റുകൾക്കും ഉണ്ടാവും. മ്യൂസിക് ഡയറക്ടേഴ്സിനുണ്ടാവും. അവർക്ക് നല്ലൊരു ട്യൂണായിരിക്കും, അയച്ചു കൊടുത്ത് ചിലപ്പോൾ അപ്രൂവൽ കിട്ടിയില്ല. അപ്പൊ അവർ വിചാരിക്കുന്നു ഈ ഒരു ഹിറ്റ് പോയി എന്നായിരിക്കും. അപ്പൊ അത് എല്ലാവർക്കും കൂടെ സ്ട്രൈക്ക് ചെയ്യുമ്പോഴാണ് ഓക്കെ ഇതാണ് നമ്മുടെ പാട്ടെന്നൊരു തീരുമാനം വരുന്നത്. അങ്ങനെ യാതൊന്നും ചിലപ്പോൾ പ്രോബ്ലി മറ്റൊരു സിനിമയിലായിരുന്നെങ്കിൽ അയ്യോ യാതൊന്നും തുടങ്ങണ്ട എന്നവർ പറഞ്ഞിരുന്നെങ്കിൽ അവിടെ അതിനൊരു റെഡ് ഫ്ലാഗ് വീണേനെ. ഇവിടെ അതൊരു ഗ്രീൻ ഫ്ലാഗ് ആയിരുന്നു. അങ്ങനെയാണ്. പിന്നെ അത് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരുപാട് പേര് പിന്നെ വന്നു. അപ്പൊ അങ്ങനെ എപ്പോഴും ശ്രമിക്കാറുണ്ട് ഒരു പുതിയ വാക്ക്. പലപ്പോഴും കിട്ടാറില്ല, എന്നാൽ ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു വാക്ക് കിട്ടുമ്പോൾ ആ പാട്ടിൽ പ്ലേസ് ചെയ്യാനും പറ്റുമെങ്കിൽ സാറ്റിസ്ഫൈങ് ആണ്. ഇനീഷ്യൽ ഫേസിൽ റിമോട്ട് ആയിട്ടാണ് ഇപ്പൊ മദ്രാസിൽ ഇരുന്നാണ് പാട്ടുകൾ എഴുതിക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞു. ഇപ്പൊ പണ്ടൊക്കെ നമ്മൾ പലപ്പോഴും മാഗസീനിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ വിദ്യാജിയും ലാൽജു സാറും ഗിരീഷ് ഏട്ടനും ഒക്കെ ഒരുമിച്ച് പോയി ഹൗസ് ബോട്ട് യാത്ര നടത്തുന്നു, അങ്ങനെ പാട്ട് എഴുതുന്നു, എല്ലാ പാട്ടുമായിട്ട് തിരിച്ചു വരുന്നു. ഇപ്പോ എങ്ങനെയാണ്, ഇപ്പൊ ഏത് പ്രോസസ്സാണ് കൂടുതൽ എൻജോയ് ചെയ്യുന്നത്? എല്ലാവരുമായിട്ട് ഒരുമിച്ചിരുന്ന് ആ ഒരു സിനർജിയിൽ വർക്ക് ചെയ്യുന്നതാണോ, അത് ഒറ്റയ്ക്കുള്ള ഒരു സ്പേസിൽ, ഒരു മൈൻഡ് സ്പേസിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നതാണോ? എങ്ങനെയാണ് വിനായകന്റെ ഒരു സ്റ്റൈൽ? കൂടുതലും എൻജോയ് ചെയ്യുന്നത് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ചെയ്യുമ്പോഴാണ്. ശരിക്കും അതിനുവേണ്ടിയാണ് ഞാൻ ആ ചെന്നൈയിലെ ജോബ് റിസൈൻ ചെയ്ത് ഇവിടെ വരാനൊരു പ്രധാന കാരണം. ആ സമയത്ത് ഒരുപാട് സിനിമകൾ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ അതിന്റെ ആ ഒരു ഫണ്ട് മിസ് ഔട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവരും നേരിട്ട് കാണുന്നില്ല,
ട്യൂൺ ഇങ്ങോട്ട് മെയിലിൽ വരുന്നു, ലിറിക്സ് നേരിട്ട് അങ്ങോട്ട് പാടി കേൾക്കുമ്പോൾ ഒരു സുഖം. ഇല്ല. അപ്പൊ ആ സമയത്ത് രാഹുൽ രാജ് മിസ്റ്റർ രാഹുലേട്ടൻ പറഞ്ഞു, എടാ നീ ഇവിടെ വാടാ, ഈ പാട്ട് ഉണ്ടാക്കുന്നതിന്റെ ഒരു പ്രോസസ്സ് നീ എൻജോയ് ചെയ്യുന്നില്ല എന്ന്. അപ്പൊ ഇങ്ങനെ എനിക്കത് തോന്നാൻ തുടങ്ങിയപ്പോഴാണ് ശരിക്കും ഞാനൊരു ഡ്രാസ്റ്റിക് ഡിസിഷൻ എടുത്തത്. ഓക്കെ, സേഫ് ജോലി വേണ്ട, ഇതിലേക്ക് ഇറങ്ങാം കൊച്ചിയിൽ. കാരണം ആ സമയത്ത് മലയാളം ഇൻഡസ്ട്രി കൊച്ചിയിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറി. അപ്പോൾ ഇവിടെ വരാമെന്ന് തീരുമാനിക്കാൻ കാരണം അതാണ്. അപ്പൊ കൂടുതലും നേരിട്ടിരിക്കുമ്പോഴാണ് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട്സ് വരുന്നത്. എന്ന് വെച്ചാൽ എല്ലാവരും നോക്കിയിരിക്കുമ്പോൾ എനിക്ക് പാട്ടെടുത്ത് അതും അൺകംഫർട്ടബിൾ ആണ്. പ്രോബ്ലി ഒരു ഇനീഷ്യൽ ഡിസ്കഷൻ നേരിട്ടായിരിക്കും. ഞാൻ ചിലപ്പോൾ അപ്പുറത്തുള്ള റൂമിലോ ബാൽക്കണിയിലോ എവിടെയെങ്കിലും പോകും, തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് പിന്നെയുള്ള കാര്യങ്ങൾ ഗിവ് ആൻഡ് ടേക്ക് അവിടെ തന്നെ നടക്കും. അപ്പൊ കൂടുതലും ഈ പറഞ്ഞൊരു സിനർജി ഗിവ് ആൻഡ് ടേക്ക് വരും. പിന്നെ തീരുമാനങ്ങൾ വളരെ പെട്ടെന്ന്, ഡിലേ ഒന്നും ഇല്ലാതെ തന്നെ കാര്യങ്ങൾക്കൊരു ധാരണ വരും. പിന്നെ ആ പ്രോസസ്സ് വളരെയധികം എൻജോയബിൾ ആണ്. ഇപ്പൊ കഥ മുഴുവൻ കേട്ടിട്ട് എഴുതുന്ന പാട്ടുകളിലും അല്ലാണ്ട് സിറ്റുവേഷൻ മാത്രം പറഞ്ഞു തന്നിട്ട് എഴുതുന്ന പാട്ടുകളിലും തമ്മിലൊരു വലിയ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ കഥ കേൾക്കാതെ എഴുതിയ പാട്ട് മറ്റതിനേക്കാളും വലിയ ഹിറ്റായ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് കൂടുതലും ഞാൻ പ്രിഫർ ചെയ്യുന്ന കഥ മുഴുവൻ കേൾക്കാം എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പൊ പിന്നെ ഒരു പാട്ട് ഒരാൾക്ക് കൊടുക്കുന്നു, വേറൊരു പാട്ട് വേറെ ആൾക്ക് കൊടുക്കുന്നു, അങ്ങനെ ഒരു പ്രോസസ് ഉണ്ട്. രണ്ടോ അതിൽ കൂടുതൽ, അല്ലെങ്കിൽ സിനിമയിൽ ഒരു മെജോറിറ്റി ഓഫ് സോങ്സ് എങ്കിലും എനിക്ക് കിട്ടുന്ന ഒരു സിനിമയാണെങ്കിൽ എനിക്കതിൽ കൂടുതൽ തിരിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റുന്ന ഒരു തോന്നൽ എപ്പോഴും ഉണ്ട്. ഒരു ഡിസൈൻ, ഒരു ലിറിക്കൽ ഡിസൈൻ അതിൽ കൊണ്ടുവരാം എന്നൊരു എപ്പോഴും ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതിന് കഥ എപ്പോഴും കേട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ പോസ്റ്റ് പ്രൊഡക്ഷനിലാണെങ്കിൽ സിനിമ ഫുൾ കാണാൻ പറ്റുമെങ്കിൽ, ഒരു ഫസ്റ്റ് എഡിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പാട്ടുകൾ അങ്ങനെ, അപ്പൊ ഒരു ഫസ്റ്റ് എഡിറ്റ് കാണാൻ പറ്റുമെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ലിറിസിസ് എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു പ്രോസസ്സാണ് കൂടുതൽ എൻജോയ് ചെയ്യുന്നത്. എന്നാൽ നേരത്തെ ഇപ്പൊ കൃഷ്ണ പറഞ്ഞ പോലെ അധികമൊന്നും അറിയാതെ എഴുതി അങ്ങനെ ഹിറ്റ് അടിക്കുന്ന പാട്ടുകളും ഉണ്ട്. റഹ്മാൻ സാറുമായിട്ട് ഇതുവരെ നേരിട്ടിരുന്ന ഒരു കമ്പോസിങ് സെഷൻ ഉണ്ടായിട്ടില്ല. ആ സമയത്ത് മലയം കുഞ്ഞ് ചെയ്യുന്ന സമയത്ത് സാറ് ദുബായിലും ഞാനിവിടെ സജീവൻ ചേട്ടൻ്റെയും മഹേഷ് നാരായണൻ്റെ ഒക്കെ കൂടെ ഇവിടെയായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് വിദ്യാസാഗറിന്റെ പാട്ടുകളാണ്. അത് ഞാൻ ബൈ ചോയ്സ് എടുത്തൊരു ഡിസിഷൻ അല്ല, എന്നെ തിരഞ്ഞെടുത്ത് ആ പാട്ടുകൾ എന്നിലേക്ക് വന്നു എന്നൊക്കെ എനിക്ക് തോന്നലാണുള്ളത്. താഴ്വാരം എന്നുള്ള പാട്ട് ചെയ്തപ്പോൾ സുഷിനാണ് പാടിയത്. അപ്പൊ ഞാൻ ആക്ച്വലി ആദ്യം വർക്ക് ചെയ്യുന്നത് സിംഗർ സുഷിൻ ശ്യാമുമായിട്ടാണ്. ഭാഷ പലപ്പോഴും ടൂളാണെങ്കിൽ അതേപോലെ തന്നെ ചില സമയത്ത് അതൊരു ബാരിയറുമാണ്. ഇപ്പൊ മഞ്ഞുമേലിൽ എഴുതിയ തായ്മനം എന്ന് പറഞ്ഞ പാട്ട് എനിക്ക് വളരെയധികം, ഇപ്പൊ ഈ വർഷം ഞാൻ എഴുതിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരി ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ തായ്മനത്തിലെ വരിയാണ്. ഇപ്പൊ ഞാൻ റിയലൈസ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 1997 മുതൽ അങ്ങോട്ട് 98, 99 ജനിച്ച കുട്ടികളുടെ നൊസ്റ്റാൾജിയ, കുട്ടികളെ കുറെ നമുക്ക് തന്ത്രമായി